യുവതിയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. അശാസ്ത്രീയമായി ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു, ബലാത്സംഗം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. തിരുവനന്തപുരം വലിയമല പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് രാഹുലിനെതിരെ ചുമത്തിയിട്ടുള്ളത്. വിശദമായി പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. കേസ് നേമം പോലീസിന് കൈമാറും. ഡിജിറ്റൽ തെളിവുകൾക്ക് പുറമെ താൻ പല ഘട്ടങ്ങളിലായി വൈദ്യസഹായം തേടിയ മെഡിക്കൽ രേഖകളും പെൺകുട്ടി പോലീസിന് കൈമാറിയിരുന്നു. തിരുവനന്തപുരം റൂറൽ SP-ക്കാണ് കേസിന്റെ അന്വേഷണ ചുമതല. രാഹുലിനെ ബന്ധപ്പെടാൻ ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടില്ല. പത്തനംതിട്ട, പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് രാഹുലിനായി അന്വേഷണം നടത്തുകയാണ്. കേസിൽ മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കവും രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിവരികയാണ്. ഇന്നലെയാണ് മുഖ്യമന്ത്രിയെ കണ്ട പെൺകുട്ടി തന്റെ പരാതി കൈമാറിയത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട പരാതി നൽകുകയായിരുന്നു. ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രത്തിന് വിധേയമാക്കിയെന്നാണ് യുവതിയുടെ പരാതി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യിൽ നിന്ന് തനിക്ക് നേരിട്ട ദുരനുഭവം വിവരിച്ചുകൊണ്ടുള്ള പരാതിയാണ് യുവതി മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ യുവതി പരാതിക്കൊപ്പം കൈമാറിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലെ അതിക്രമത്തിനെതിരെയും പരാതി നൽകിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തിഹത്യ നടക്കുന്നതായാണ് യുവതി പരാതിയിൽ പറയുന്നത്. നേരത്തെ ഗർഭഛിദ്രം നടത്തിയതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖകളും സന്ദേശങ്ങളും ആരോപണങ്ങളും പുറത്തു വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധിച്ചത് ഏതെങ്കിലും രീതിയിൽ പരാതി തനിക്കെതിരെ ഉണ്ടെങ്കിൽ പറയൂ എന്നായിരുന്നു. ഹു കേസ് എന്നായിരുന്നു രാഹുലിന്റെ ആദ്യ പ്രതികരണം. കഴിഞ്ഞ ദിവസം UDF സ്ഥാനാർത്ഥിക്കായി പ്രചാരണം നടത്തുന്നതിനിടെ പുറത്തുവന്ന ശബ്ദരേഖകളെ കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് സ്ഥാനാർത്ഥികൾക്കും പാലക്കാട്ടുകാർക്കും ഇല്ലാത്ത പ്രശ്നം മാധ്യമങ്ങൾക്ക് വേണ്ട എന്നായിരുന്നു രാഹുലിന്റെ മറുപടി.